ഞാൻ സ്വതവേ മലയാളം സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം ഭാഷ കയറി വരാതിരിക്കാൻ കുറേ കഷ്ടപ്പെടണം. അത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് വരുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന മലയാള ഭാഷ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ ഞാൻ കൂടുതൽ കഷ്ടപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ എല്ലാവരും പറഞ്ഞ പോലെ ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണത്. ഇതുവഴിയൊക്കെ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ബൈക്കിലൊക്കെ ഞാൻ കറങ്ങിയിട്ടുണ്ട്. ഞാൻ കല്യാൺ സിൽക്സിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആയതിൽ പിന്നെ എപ്പോഴും ഞാൻ പ്രകാശനോട് പറയുമായിരുന്നു, ഈ തിരുവനന്തപുരത്തൊരു ഷോറൂം ഇല്ലാത്തത് നാണക്കേട് എനിക്കാണ്. കാരണം ഞാൻ ആകെ ചെയ്യുന്ന ഒരു എൻഡോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഒരു പരസ്യം എന്ന് പറയുന്ന കല്യാൺ സിൽക്സിൻ്റെതാണ്. അപ്പം ഞാൻ അസോസിയേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ബ്രാൻഡ് എൻ്റെ ജന്മസ്ഥലത്തില്ല എന്ന് പറയുന്നത് ഒരു കുറവാണ് പ്രകാശ് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് 3-4 വർഷമായി. പക്ഷെ വലിയ സന്തോഷം, തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ പാളയത്ത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയ സ്ഥാനത്ത് തന്നെ ഇത്രയും വലിയൊരു ഷോറൂമിൽ കല്യാൺ സിൽക്സ് തുടങ്ങാൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷം. ഇത്രയും വലിയൊരു ഭംഗിയായ ഒരു ചടങ്ങിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നു. അതൊരു വലിയ ഒരു സ്പെക്ടാക്കുലർ ഒരു ചടങ്ങിൽ തന്നെ അതിൻ്റെ ഒരു ആരംഭം കുറിക്കാൻ സാധിച്ചു എന്ന് പറയുന്നതിലും വലിയ സന്തോഷം. പ്രകാശിന് ഓർമ്മയുണ്ടാവും, എനിക്ക് തോന്നുന്നൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പാണ്, അന്ന് വൈദ്യസ് കൊലവെരിഡി ഒന്നും എനിക്ക് വന്നിട്ടില്ല. അന്ന് തമിഴ് സിനിമയിലെ യുവതാരങ്ങളിൽ ഏറ്റവും നല്ല നടൻ ആരാണ് എന്ന ഒരു ചർച്ചയിൽ ഞാൻ അന്ന് പറഞ്ഞാണ് ധനുഷാണെന്ന്. അപ്പോൾ അന്ന് പ്രകാശ് സമ്മതിച്ചില്ല, ഇപ്പൊ കൈയടിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ധനുഷിനെ ബ്രാൻഡ് അംബാസഡറായി സൈൻ ചെയ്തപ്പോൾ പ്രകാശ് എന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞത് ശരിയാ, അയാളാണ് ഏറ്റവും നല്ല നടനെന്ന്. അത് ഞാനും ശരിവെക്കുന്നു. എനിക്കുള്ളൊരു വലിയ സന്തോഷം, ധനുഷ് കേരളത്തിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും ധനുഷിനോട് പറയാറുള്ളത്, ധനുഷിനെ നമ്മൾ സ്നേഹിക്കുന്നത് ധനുഷിലെ വൈദ്യസ് കൊലവെരിഡി പാടിയ പാട്ടുകാരനായിട്ടല്ല, രജനീകാന്ത് എന്ന് പറയുന്ന ഒരു മെഗാ സ്റ്റാറിന്റെ ഒരു സണ്ണിൻലോ ആയിട്ടല്ല, ധനുഷ് എന്ന് പറയുന്ന നടനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ തിരിച്ചറിവുണ്ടാകാൻ അത്രയും വിവേചന ബുദ്ധിയുള്ള ഒരു സിനിമ പ്രേക്ഷക സമൂഹം നിലനിൽക്കുന്ന നാട്ടിൽ ധനുഷ് ഒരു മലയാള കുടുംബം ഓൺ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിനായി എത്തിച്ചേർന്നതിൽ ഞാനും അഭിമാനിക്കുന്നു. ധനുഷിനെ കല്യാൺ സിൽക്സിന്റെ ഒരു കുടുംബാംഗം എന്ന നിലയ്ക്ക് ഞാനും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.